കൊറിയൻ ലാംഗ്വേജിൽ ഇറങ്ങിയ മികച്ച 3 ഡ്രാമ മൂവീസ്. ഒരു വെഡ്ഡിംഗ് ഡ്രസ്സ് ഡിസൈനറായ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി വെഡ്ഡിംഗ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയാണ്. പക്ഷേ ഈ മകൾ എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയാണ്. ആ കൊച്ചുകുട്ടിയുടെ ഭാവിയിലേക്ക് വേണ്ടിയാണ് ഇവർ ഈ വെഡ്ഡിംഗ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നത്. അതിന് കാരണം ഇവർക്ക് ക്യാൻസറാണ്. അധികകാലം ഇവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വെഡ്ഡിംഗ് ഡ്രസ്സ് അങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തു പോകുന്ന ഒരു സ്റ്റോറിയാണ് 2010 ഇറങ്ങിയ കൊറിയൻ സിനിമയായ വെഡ്ഡിംഗ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഒരു സൂപ്പർ ഡ്രാമ മൂവിയാണ്. ഇത് ഇമോഷണലി നമ്മളെ കരയിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ ഇതിൻ്റെ അകത്തെ കൊച്ചുകുട്ടിയുടെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞിരിക്കും. അതുപോലത്തെ ഒരു സിനിമയാണ്. കൊറിയൻ ഡ്രാമ മൂവീസൊക്കെ കണ്ടിരിക്കാവുന്നവർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. കണ്ടു നോക്കുക. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഒരു മാനസിക വൈകല്യമുള്ള ഒരാളെ ജയിലിൽ പിടിച്ചടക്കുകയാണ്. ജയിലിനുള്ളിൽ വെച്ച് ഇയാൾ സഹതടവുകാരോട് പറയുന്നത് എനിക്കൊരു മകളുണ്ട്, അവളെ കാണണമെന്ന് പറയുകയാണ്. അങ്ങനെ അവരുടെ എല്ലാം സഹായത്തോടെ ഈ കൊച്ചുകുട്ടിയെ അവർ ജയിലിനുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ആരും അറിയാതെ ആ ജയിലിനുള്ളിൽ അവളെ താമസിക്കുകയാണ്. അങ്ങനെ അതിനുള്ളിൽ വെച്ച് ഈ കൊച്ചുകുട്ടിയും അവിടെയുള്ളവരും തമ്മിലുള്ള ബന്ധത്തിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കോമഡി ഡ്രാമ മൂവിയാണ് മിറാക്കിൾ ഇൻ സെൽ നമ്പർ 7 എന്ന് പറയുന്നത്. ഒരു കോമഡി മൂഡിൽ പോകുന്നെന്ന് പറഞ്ഞാലും അവസാനത്തെ സീനുകളൊക്കെ ഉറപ്പായിട്ടും നമ്മളെ കണ്ണ് നനയിപ്പിക്കുന്ന സീനുകളാണ്. കൊറിയൻ ഇങ്ങനത്തെ ഡ്രാമ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. പലിശ പിരിക്കൽ ജോലിയായിട്ട് കൊണ്ടു നടക്കുന്ന 2 പേർ. അവരൊരു സ്ത്രീക്ക് പണം പലിശയ്ക്ക് കൊടുക്കുകയാണ്. പക്ഷേ അവൾക്ക് അത് തിരിച്ചടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ ഇവർ 2 പേരും കൂടി ചേർന്ന് അവരുടെ മകളെ പണയം മുതലായിട്ട് കൊണ്ടുപോവുകയാണ്. ഇതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കൊറിയൻ ഡ്രാമ മൂവിയാണ് പോൺ എന്ന് പറയുന്നത്. 2020 സിനിമ ഇറങ്ങിയിരിക്കുന്നത്. വളരെ മികച്ചൊരു സിനിമയാണ്. ഈ കൊച്ചുകുട്ടിയും ഇവർ തമ്മിലുള്ള ഈ 2 പേരും തമ്മിലുള്ള ഈ ബന്ധം എന്നൊക്കെ പറയുന്നത് കണ്ടിരിക്കാൻ തോന്നുന്നൊരു നല്ല ഒരു സിനിമയാണ്. കൊറിയൻ ലാംഗ്വേജിൽ ഒരു മികച്ചൊരു സിനിമ എന്ന് തന്നെ പറയാം. കൊറിയൻ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്.